മക്കളെ നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതായത് സബ് ഇൻസ്പെക്ടർ പരീക്ഷ കുറേ അധികം ആളുകൾ സ്വപ്നം കണ്ടിരിക്കുന്ന പരീക്ഷയാണ് അല്ലേ. കുറേ അധികം ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷ വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളെന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ PSCയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും നമുക്ക് നമ്മുടെ ചില വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ എക്സാം നടക്കുന്നത്, മുന്നത്തെ നോട്ടിഫിക്കേഷനുകൾ എന്തൊക്കെയാണ്, അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇനി മുന്നോട്ടുള്ള സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ നിയമന നടപടികൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. ആരെങ്കിലും ഈ യൂട്യൂബ് ചാനൽ, സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്തേക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായ സമയങ്ങളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലടാ. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ കണ്ടന്റിലേക്ക് പോകാം. സബ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് തൊട്ടു മുൻപ്, അതായത് ഇപ്പം നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രൊസീജിയറുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിലവിൽ നോക്കിക്കടാ 29/12/2023 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗസറ്റി ഡേറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് 29/12/2023 വന്നിട്ടുള്ള 572/2023 നോട്ടിഫിക്കേഷൻ. എത്രയാണ്? 572/2023. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് അല്ല, നോട്ടിഫിക്കേഷൻ ഏതാണ്? 527/2022 എന്ന നോട്ടിഫിക്കേഷനാണ്. നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻസ് എക്സാമിനേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷന് മുമ്പായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ്, ആർക്കൊക്കെയാണ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം നമുക്കറിയാം ആംഡ് SIയുടെ ഷോർട്ട് ലിസ്റ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടോ? ഓക്കെ ആണേ. അപ്പോൾ അത്രയും പ്രൊസീജിയറുകൾ നിലവിലുള്ള ഈ 527/2023, ഇത് 527/2023 എന്ന് പറയുന്നത് സിവിൽ SIയുടെ കാര്യമാണ് കേട്ടോ, സിവിൽ SIയുടെ കാര്യമാണ്. ആംഡ് SI ആകുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, 575/2023 എന്ന് പറഞ്ഞുകൊണ്ടാണ് പോവുക. ആംഡ് SI ആണെങ്കിൽ അങ്ങനെ രണ്ട് കാറ്റഗറികളിലേക്കാണ് SI വിളിക്കുക. ഒരു സിവിൽ SI നോട്ടിഫിക്കേഷനും വരും, ഒരു ആംഡ് SI നോട്ടിഫിക്കേഷനും വരും. ഇനിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ലാസ്റ്റ് ഇപ്പം നിലവിലൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, അല്ല ഇത് കേരള സിവിൽ പോലീസാണ്, ഇനിയും ആംഡ് പോലീസും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കുക. രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് പ്രധാനമായിട്ടും ഓപ്പൺ കാറ്റഗറിക്ക് വരിക. പിന്നെ മിനിസ്റ്റീരിയൽ കാറ്റഗറി ഉണ്ട്, കോൺസ്റ്റാബുലറി കാറ്റഗറി ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്, പക്കയാണെന്ന് വിചാരിക്കുന്നു. നോക്കിക്കടാ, ഈ സാലറിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ എത്രയാണ്? 45,600 മുതൽ 95,600 വരെയാണ്. എത്രയാ? 45,600 മുതൽ 95,600 വരെയാണ് പേ ഓഫ് സ്കെയിൽ എന്ന് പറയുക. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി എവിടെയുണ്ട്? SI പോസ്റ്റിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 45,600 ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനും ഉള്ളത്. ഇനിയും ശമ്പള പരിഷ്കരണമൊക്കെ നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരു 10,000 രൂപ കൂടി എന്ത് ചെയ്യും, ശമ്പള പരിഷ്കരണത്തിൽ കൂടും. അതറിഞ്ഞുകൂടാ, കൂടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അതവിടെ നിൽക്കട്ടെ. നിലവിൽ എത്രയാണ് സാലറി? 45,600, 95,600 എന്നുള്ളതാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വേക്കൻസികളുടെ എണ്ണത്തെ പറ്റി വ്യക്തത ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിവിൽ പോലീസ് ആണെങ്കിൽ, അതായത് കേരള സിവിൽ പോലീസ് ആണെങ്കിൽ അവിടെ ആർക്കും അപ്ലൈ ചെയ്യാം, സ്ത്രീകൾക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ ആംഡ് SI ആണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക്, വിമൻസിന് എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ആംഡ് SI ആണെങ്കിൽ അവിടെ ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. കേരള സിവിൽ SI ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം, പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നോക്കിയടാ, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. 572/2023
2023 എന്ന് പറയുന്ന സിവിൽ പോലീസിലേക്ക് ഓപ്പൺ കാറ്റഗറിയിലെ നോട്ടിഫിക്കേഷനാണ്. അതായത് നേരിട്ട് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി 573/2023 എന്ന് പറയുന്നത് എന്താണ്? ഗ്രാജുവേറ്റ് ഉള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, അവിടെ തന്നെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, പോലീസിൽ തന്നെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് അപ്ലൈ ചെയ്യാം. അവർക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ദെൻ അവർക്ക് അപ്പോൾ എന്തുണ്ടാവും? സ്പെഷ്യലായിട്ട് എന്താണ് എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അവരെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. 574/2023 ഗ്രാജുവേറ്റ് ഉള്ള പോലീസ് കോൺസ്റ്റബിളുമാര്, നിലവിലുള്ള സിവിൽ പോലീസ് ഓഫീസർമാര് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അവർക്കും ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വരും. അവർക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. അതിൽ നിന്നായിരിക്കും അവരെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അപ്പൊ 3 കാറ്റഗറികളിലേക്കാണ് ഒരേ പോസ്റ്റിൽ തന്നെ വിളിക്കുക. 1 മിനിസ്റ്റീരിയൽ ഓപ്പൺ കാറ്റഗറി, 2 മിനിസ്റ്റീരിയൽ, 3 എന്താണ്? കോൺസ്റ്റാബുലറി. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത ആംഡ് എസ്ഐയും വരിക. ആംഡ് എസ്ഐയിലേക്ക് വരുമ്പോൾ എന്താണ്? ക്യാമ്പിലേക്കുള്ള ആംഡ് എസ്ഐയിലേക്ക് വരുമ്പോൾ 575/2023 ഓപ്പൺ കാറ്റഗറി, അതിനുശേഷം ഇതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ കാറ്റഗറി വരുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ എന്ത്? കോൺസ്റ്റാബുലറിയും വരുന്നുണ്ട്. പക്ഷെ അവിടെ ആൺകുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. വ്യക്തമാണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിക്കടാ, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറി ആണ് എങ്കിൽ 20 മുതൽ 31 വയസ്സ് വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ദെൻ മിനിസ്റ്റീരിയൽ ആണെങ്കിലോ? മിനിസ്റ്റീരിയൽ ആണെങ്കിൽ 36 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെ? ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 36 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോൺസ്റ്റാബുലറി ആണെങ്കിൽ 36 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് താഴെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ പറയുന്ന SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓപ്പൺ കാറ്റഗറി 20 മുതൽ 31 വയസ്സ് വരെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. സിവിൽ SIയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തൊട്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി അതിനു മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 2022 അപ്പോൾ 2022 ഒരു നോട്ടിഫിക്കേഷൻ വന്നു. 2023 ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം അതിൻ്റെ എന്താണ് കാറ്റഗറി നമ്പർ 669/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ്. ആംഡ് എസ്ഐ ആണെങ്കിൽ 672/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. അവിടെയും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സെയിം പേ സ്കെയിൽ തന്നെയാണ് അവിടെയും ഉണ്ടായിരുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ആണ് നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റ് ഏത് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്? ഈ 669/2022 എന്ന് പറയുന്ന 2022 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളതാണ്. നിലവിൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ 2023 വന്ന നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് ഇനിയും വരാനായിട്ട് ഇരിക്കുന്നതുമാണ്. അപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മക്കളെ, ഫോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 1 വർഷമാണ്. 1 വർഷമാണ് എന്ത്? ഈ ഫോഴ്സുകൾ, യൂണിഫോം ഫോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എത്രയാണ്? 1 വർഷമാണ്. 1 വർഷമാണ്. അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ളത് 669/2022 എന്ന് പറയുന്ന സിവിൽ SIയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 7/6/2024 മുതൽ 6/6/2025 വരെയാണ്. 1 വർഷം. അതായത് ജൂൺ മാസം 7-ാം തീയതി 2024 മുതൽ ഈ വർഷത്തിൽ 2024 ജൂൺ മാസം 7-ാം തീയതി മുതൽ 2025 ജൂൺ മാസം 6-ാം തീയതി വരെയാണ് കാലാവധി. PSC പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, കൃത്യമായിട്ടൊരു റാങ്ക് ലിസ്റ്റ് തീർന്നാൽ ആ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? PSC പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വന്നിരിക്കുന്ന 572/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള റാങ്ക് ലിസ്റ്റ് 7/6/2025 വരാൻ സാധ്യതയുള്ളത്. അതിന്റെ കാലാവധി തീരുന്ന എപ്പോഴാണ്? 6/6/2026 അപ്പോൾ 7/6/2025 വരുന്ന ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരേണ്ടത് 6/6/2026 അപ്പൊ സ്വാഭാവികമായിട്ടും 7/6/2026 ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണ്ടേ? ആ റാങ്ക് ലിസ്റ്റ് 6/6/2027 വരെ നീണ്ടു നിൽക്കണ്ടേ? അപ്പൊ അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഡിസംബറിലേക്ക് എന്നുണ്ടാവണം? അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം, അല്ലേ? അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം. സാധ്യത മാത്രമാണ് അത് വരുമ്പോഴാണ് നമുക്ക് വന്നു എന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഡിസംബറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു നോട്ടിഫിക്കേഷന് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നിലവിലുള്ള എക്സാമിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ഫിസിക്കൽ എക്സാമിന് മുമ്പുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരാനായിട്ട് ഇനിയും റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2025 7/6/2025 റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് സാധ്യതയുള്ളത് എന്നുകൂടി ഒന്ന്
ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റും വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ, വ്യക്തമാണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനിയും ഒരു എക്സാമിനേഷൻ SIയുടെ അല്ലെ SI പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമിനേഷന്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, ജോലിയിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തേക്കാം, ഒന്ന് മനസ്സിലാക്കിയേക്കാം. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വരണം. ഇനിയിപ്പോൾ 2024 ഡിസംബർ മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമുക്ക് 2026 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. 2026 ജൂൺ മാസം 7-ാം തീയതിയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പം നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ വരുന്നു. 2024 ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൻ്റെ പ്രാഥമിക പരീക്ഷ നടക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ഡിഗ്രി ലെവൽ പോസ്റ്റുകളിലെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാഥമിക പരീക്ഷ നടക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു മെയ് മാസത്തിലേക്ക് പ്രാഥമിക പരീക്ഷ പ്രതീക്ഷിച്ചാൽ മെയ് മാസത്തിലേക്ക് പ്രതീക്ഷിച്ചാൽ അപ്പോഴൊരു പ്രാഥമിക പരീക്ഷ കഴിയും. ഇനിയും പ്രാഥമിക പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകളും കൂടി ചേർത്തിട്ടാണ് അതിൽ നിന്ന് SIക്ക് മാത്രമായിട്ട് സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസറും അതേപോലെ തന്നെ സിവിൽ പോലീസ് SIയിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വരും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് എന്താണ് ആംഡ് SIക്ക് സെപ്പറേറ്റും ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. അങ്ങനെ 2 ഷോർട്ട് ലിസ്റ്റുകൾ വരും. ഇനി മിനിസ്റ്റീരിയലിൽ തന്നെ സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റ് വരും. കോൺസ്റ്റാബുലറി ആണെങ്കിൽ കോൺസ്റ്റാബുലറിക്ക് സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റ് വരും. അങ്ങനെ ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് വരും. ആ സെപ്പറേറ്റ് കട്ട് ഓഫിനനുസരിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റും വരും. അങ്ങനെ ആ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം ഒരു മുഖ്യ പരീക്ഷ നടക്കും. ഏകദേശം നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് എന്ത് നടക്കാൻ സാധ്യത എന്ന് പറയാം. ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, ആ ഒരു സമയങ്ങളിലാണ് നമുക്ക് എന്ത് നടക്കാൻ സാധ്യത, ഈ പറയുന്ന മുഖ്യ പരീക്ഷ നടക്കാനായിട്ട് സാധ്യത. ഏത് 2025 കേട്ടോ, 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് നമുക്ക് മുഖ്യ പരീക്ഷ, ആ സമയത്ത് നടന്നിട്ടുള്ള പ്രിലിമിനറി പരീക്ഷകളുടെ എല്ലാം ചേർത്തിട്ടുള്ള മുഖ്യ പരീക്ഷകൾ ഓരോ പരീക്ഷകളായിട്ട് എപ്പോൾ പ്രതീക്ഷിക്കാം, ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. അവിടെ ഓർത്ത് വെക്കേണ്ടത് SIക്ക് ഒരൊറ്റ എക്സാമേ കാണുള്ളൂ. അതായത് മെയിൻസ് പരീക്ഷയ്ക്ക് ഒറ്റ എക്സാമേ കാണുള്ളൂ. അതിൽ തന്നെ ഏകദേശം 6ഓളം കാറ്റഗറികൾ കാണും. അതായത് ഓപ്പൺ കാറ്റഗറി ആംഡ് കാണും, സിവിൽ കാണും. അതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ ആംഡ് കാണും, സിവിൽ കാണും. അതേപോലെ തന്നെ കോൺസ്റ്റാബുലറി ആംഡ് കാണും, സിവിൽ കാണും. അങ്ങനെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഈ പറയുന്ന മുഖ്യ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന് ആരൊക്കെയാണ് യോഗ്യത നേടിയത് എന്നത് വെച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ സാധ്യതയുള്ള എപ്പോഴാണ്? ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത് ഏകദേശം അടുത്ത ഒരു ജനുവരി-ഫെബ്രുവരി മാസത്തിലേക്കാണ്. ജനുവരി-ഫെബ്രുവരി മാസത്തിലേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പോഴത്തേക്കും 2026 ആകും. 2026 ജനുവരി-ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഫിസിക്കൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അത് ഒരു അറ്റ്മോസ്റ്റ് ആണ് ഈ ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത്. ജനുവരി മാസത്തിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. ആ ഫിസിക്കൽ എക്സാമിനേഷൻ പാസ്സാകുമ്പോൾ നമുക്ക് 8 ഐറ്റം ഉണ്ട്. ആ 8 ഐറ്റത്തിൽ 5 ഐറ്റം വേണം എന്ത് ചെയ്യാനായിട്ട്? പാസ്സാവാനായിട്ട്. 5 ഐറ്റം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പാസ്സാകാം. അതിൽ 100 മീറ്റർ ഓട്ടമുണ്ടാകും. 100 മീറ്റർ ഓട്ടം ഏകദേശം 14 സെക്കൻഡിൽ എന്ത് ചെയ്യണം? ആൺകുട്ടികളാണെങ്കിൽ 100 മീറ്റർ ഓട്ടം ഫിനിഷ് ചെയ്യണം. ദെൻ എന്തുണ്ട്? ലോങ് ജമ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്. ദെൻ ഷോർട്ട് പുട്ട് ഉണ്ട്, ദെൻ ബോൾ ത്രോ ഉണ്ട്. ബോൾ ത്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, അല്ലേ? റോപ്പ് കയറുന്ന റോപ്പുണ്ട്. അതേപോലെ തന്നെ ചിന്നപ്പുണ്ട്. ദെൻ 1500 മീറ്റർ ഓട്ടമുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും 5 ഐറ്റം ക്ലിയർ ചെയ്യുന്നവർക്ക്, നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു, ഇതിലേതെങ്കിലും 5 ഐറ്റം ക്ലിയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഫിസിക്കൽ എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് കഴിയും. അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ പാസ്സായ അതേ ദിവസം തന്നെ PSC എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റുകളെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നു. അത് ഏത് ജില്ലയിൽ വെച്ചാണ്? എല്ലാവർക്കും ഒരേ ജില്ലയിൽ തന്നെ കിട്ടണമെന്നില്ല. അവരവരുടെ ജില്ലകളിൽ തന്നെ കിട്ടണമെന്നുമില്ല. ചിലർക്ക് എന്ത് ചെയ്തേക്കാം? മറ്റ് ജില്ലകൾ കിട്ടിയേക്കാം. ആ ജില്ലയിലെ PSC ഓഫീസിലേക്ക് പോയതിനു ശേഷം നമുക്ക് അവിടെ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ടാകും. അങ്ങനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയതിനു ശേഷം ആരൊക്കെയാണ് ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? PSC പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യും? ഒരു ഇന്റർവ്യൂ നടക്കും. 20 മാർക്കിലാണ് ഇന്റർവ്യൂ എങ്കിലും ഒരു 10 മുതൽ 14 മാർക്കിനിടയ്ക്കായിരിക്കും സാധാരണ എന്ത് ചെയ്യുക? ഇന്റർവ്യൂ മാർക്ക് നമുക്ക് ലഭിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാനലിലൂടെ തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഒരു 10 മുതൽ 14 മാർക്കിന് റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന
ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നമുക്ക് നേടാൻ കഴിയുക. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കാൻ സാധ്യതയുള്ളത് ഏകദേശം ഒരു ഏപ്രിൽ മാസം അല്ലേ, മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ എന്ത് ചെയ്തേക്കാം, നടന്നേക്കാം. മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ നടന്നേക്കാം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മാർക്കുകളെല്ലാം, അതായത് മെയിൻസ് പരീക്ഷയുടെ മാർക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും, ഇനി എന്തെങ്കിലും മാർക്കുകൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ, ഗ്രേസ് മാർക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് സ്പോർട്സിൻ്റെ എക്സ്ട്രാ മാർക്കുകളോ അല്ലെങ്കിൽ NCCയുടെ മാർക്കുകളോ അങ്ങനെ എന്തെങ്കിലുമുള്ള മാർക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവസാനം എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നാണ്, 2026 ജൂൺ മാസം 7-ാം തീയതി ആയിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. ഓക്കെ അല്ലേ? അതിനുശേഷം നമുക്ക് അഡ്വൈസ് മെമ്മോ വരും. ആ അഡ്വൈസ് മെമ്മോയ്ക്ക് ശേഷമാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുക. ആ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അതും പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് വരിക. ദെൻ അപ്പോയിൻമെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങിനായിട്ട് കെപ്പയിലേക്ക് പോകേണ്ടതായിട്ട് വരും. 1 വർഷം നീണ്ടു നിൽക്കുന്ന, 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പെരേഡൊക്കെ പൂർത്തിയാക്കി ആ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇതാണ് ഒരു SI എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആകെയുള്ള എന്താണ് ഒരു ചുരുക്കം എന്ന് പറയുക. ആകെ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ PSCയിൽ നിന്ന് നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ലഭിക്കുന്ന ഉടൻ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒരു ധാരണയായി എന്ന് വിചാരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർന്ന് പല വീഡിയോസും എന്താണ് SIയുമായി ബന്ധപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്തേക്കുക, ഈ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ അല്ലടാ? അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സെഷനിലേക്ക് കാണാം. ഇനിയും ഈ പറയുന്ന SI എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ ഒരു സ്വപ്നമായി കണ്ടു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തേക്കാം, നമ്മളോടൊപ്പം കൂടുക. അതിൻ്റെ ബാച്ചുകളൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഈ എന്ത് ചെയ്തേക്കാം, യൂട്യൂബ് കൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.